ഒരു ചിക്കൻ കറി റെസിപ്പി നോക്കിയാലോ. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. സവാളയും തക്കാളിയും നന്നായി വഴണ്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോൾ പൊടികളെല്ലാം ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയാണ് പൊടികളൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒരുമിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയം വിട്ട് കൊടുക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. നല്ല പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കറി ആയതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി രുചിക്കും മണത്തിനും വേണ്ടി കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ചേർത്തിളക്കാം. ഇനി സമയമില്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ ഇതെടുത്ത് നിന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ചെറുതീയിൽ അടുപ്പിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായി മസാലയിൽ കിടന്ന് വേവുമ്പോൾ ഒന്നുകൂടി രുചി കൂടും. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ച് കഴിയുമ്പോൾ ചെറുതീയിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുക. അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അവസാനം ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് നന്നായി ചേർത്തിളക്കാം. സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ.